അർഷാദിൻ്റെ കൊയിലാണ്ടിൽ നിന്ന് കൊടുക്കുന്ന വണ്ടി നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. ഇത് രാവിലെ 3 മണിക്ക്. ബാക്ക് കാച്ചിയും ചൂട് ആംപ്ലേറ്റും ബീഫും. ഇതൊരു മിൽട്ടി മിനാമി ഐറ്റം തന്നെ. ബളിക രാത്രി 1 മണിക്കാണ് ഞങ്ങൾ കാസർഗോഡ് നിന്ന് വിട്ടത്. കൃത്യം 5 മണിക്ക് ഞങ്ങൾ കൊയിലാണ്ടിയിലെത്തി. 6 മണിക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അർഷാദിൻ്റെ ഉപ്പ നമ്മൾ കേട്ടില്ല. ചായ കുടിക്കാണ്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടൂല്ല. അവിടുന്ന് നമുക്കൊരു നൊസ്റ്റാൾജി അടിച്ച് KSRTCയിൽ കയറാനുള്ള ഒരു പൂതി. അങ്ങനെ നമ്മൾ KSRTCയിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ അവിടുന്ന് ഒരു 5 മിനിറ്റ് ഉണ്ട് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ 3 ആളും നടന്ന് അങ്ങോട്ടേക്ക്. ഈ സുബീക്കുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ, അതൊരു പൊലിസ് തന്നെ. ഈ ഓട്ടോറിക്ഷയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് പോയി. അപ്പോൾ ഓരോ സ്ഥിരം പരിപാടിയില്ല, ആടുന്ന് ഇങ്ങോട്ടേക്ക് ഇടുന്ന് അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് അയച്ച് ആടുന്ന് ഒരു കാര്യമായിട്ട് അവർക്ക് ചൂടായിട്ട് പണി കൊടുത്തു. പിന്നെ ആടുന്ന് കംപ്ലൈൻ്റ് എല്ലാം കൊടുക്കുന്നുണ്ടായി. പിന്നെ ട്രെയിൻ വരാൻ ഒരു 10 മിനിറ്റ് ഉണ്ടായി. അങ്ങനെ ട്രെയിനെല്ലാം വന്ന് ഞങ്ങൾ ട്രെയിനിലെല്ലാം കയറി. കണ്ണൂരെത്തുമ്പോൾ ജീജുവിനെ കാണുന്നില്ല. ജീജു നല്ല അടി സമൂസ വടയും ചട്നിയും കഴിക്കാണ്ട് ട്രെയിനിൽ നിന്ന് പോകാൻ കഴിയില്ല, അത് ഫർലാണ്. പിന്നെ പുറത്തലത്തെ കാഴ്ച അത് ഭയങ്കര പൊലിസ് ഉണ്ടായി. നല്ല മഴ ഉണ്ടായി. പിന്നെ ഇച്ചാൻ്റെ പാട്ട്, മന്നാന് നല്ല ഉറക്കം. സത്യം പറഞ്ഞാൽ ഒരു മിൽട്ടി മിനാമി നല്ലൊരു പൊലിസ് യാത്രയാണ്. പണ്ടെല്ലാം ട്രെയിനിൻ്റെ ബോഗി എണ്ണുന്ന പണിയാണ്. നമ്മളെ നാട്ടിലേക്ക് എങ്ങനെ എത്തി കാസർഗോഡ്. ഇവിടെ എത്തുമ്പോൾ ട്രെയിൻ നാളെല്ലാം കാലിയായി.